എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? യെസ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പാർട്ടിസിപ്പൻസ് ജോയിൻ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു 2 minutes കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 8:35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 more minutes. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 1 more minute ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 8:35 സ്റ്റാർട്ട് ചെയ്യാം. ഓഡിബിൾ അല്ലേ? എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ? കേൾക്കുന്നുണ്ടല്ലോ? വോയിസ് സൗണ്ടിന്റെ വിഷയമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ? യെസ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ ഇന്നത്തെ വെബിനാർ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ ലബോറട്ടറി ഡയഗ്നോസിസിൽ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മാർക്കേഴ്സിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എടുത്തു എന്ന് ചോദിച്ചാൽ, നമുക്ക് മൊത്തം നമ്മൾ വൈറോളജി നമ്മുടെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള HIV തുടങ്ങിയിട്ടുള്ള കുറച്ച് വൈറസുകൾ അല്ലേ, അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആളാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. HIV ഇമ്പോർട്ടന്റ് ആണ്, ഹെപ്പറ്റൈറ്റിസ് ബി, സി ഒക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ലബോറട്ടറി ഡയഗ്നോസിസിൽ ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ലബോറട്ടറി ഡയഗ്നോസിസ്, HIV ലബോറട്ടറി ഡയഗ്നോസിസ്. സോ ഐ തോട്ട് നമുക്ക് HBVയുടെ ഡിസ്കസ് ചെയ്യാം. ലബോറട്ടറി ഡയഗ്നോസിസിൽ ആ മാർക്കേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം എന്നാണ് കരുതിയത്. ഓക്കെ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമോ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു പെരിഫറലി, എന്തായാലും വൈറോളജി ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കേൾക്കുമ്പോൾ ഒന്ന് രണ്ട്, ഇറ്റ്സ് എ DNA വൈറസ്. ഓക്കെ, അതൊരു DNA വൈറസ് ആണ്. കറക്റ്റ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു DNA വൈറസ് ആണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, അല്ലെ? ഇത്രയും വൈറസുകൾ എടുക്കുമ്പോൾ ഒരേ ഒരു DNA വൈറസ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ആ ക്രെഡിറ്റ് എപ്പോഴും ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനാണ്, അല്ലെ? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് മാത്രമാണ് ഒരേ ഒരു DNA വൈറസ്. ബാക്കിയുള്ള എല്ലാ ഹെപ്പറ്റൈറ്റിസ് വൈറസുകളും എന്താണ്? RNA വൈറസുകളാണ്, അല്ലെ? അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. വേറെ വേറെ എന്തെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റുകൾ അറിയാം നിങ്ങൾക്ക്? ജസ്റ്റ് ഓർമ്മ വരുന്ന കാര്യങ്ങൾ മാത്രം മതി. ഒന്നും ഓർമ്മ വരുന്നില്ല എങ്കിൽ അതും ഫ്രീ ആയിട്ട് പറയാം. ഒന്നും ഓർമ്മ വരുന്നില്ല, കാരണം നമ്മൾക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പാർഷ്യലി ഡബിൾ സ്ട്രാൻഡഡ്. ഓക്കെ, വെരി ഗുഡ്. പാർഷ്യലി ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു ജീനോം ഉള്ള ഒരാളാണ്, അല്ലെ? ഒരു പോസിറ്റീവ് സെൻസ്, നെഗറ്റീവ് സെൻസ് എന്നൊക്കെ പറയുന്ന ഫുൾ ലെങ്ത് ഉള്ള ഒരു ജീനോം, ഒരു DNA ഉണ്ടാവും. പിന്നെ ആ DNA ഒരു സ്ട്രാൻഡ് ഫുൾ ലെങ്ത് ആയിരിക്കും, മറ്റേ സ്ട്രാൻഡ് പകുതി ആയിരിക്കും. ഓക്കെ, പാർഷ്യലി ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഓക്കെ, വേറെ എന്തെല്ലാം പോയിന്റുകൾ അറിയാം? ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ ഇൻഫെക്ഷൻ, യെസ്, ഞാൻ ചോദിക്കാൻ വന്നവരാണ്. സിറം ഹെപ്പറ്റൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? സിറം ഹെപ്പറ്റൈറ്റിസ് എന്നാണ് എന്തിനറിയപ്പെടുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇൻഫെക്ഷനെ അറിയപ്പെടുന്നത് സിറം ഹെപ്പറ്റൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്.
ഓക്കെ. അപ്പോ മോസ്റ്റ് കോമൺ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ആ ഒരു ട്രാൻസ്മിഷന്റെ റൂട്ട് ഏതാണ് ആ റൂട്ട്? കോമൺ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏത് റൂട്ട് വഴിയാണ് ഹെപ്പറ്റൈറ്റിസ് കൂടുതലായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ഹെപ്പറ്റൈറ്റിസ് ബി കോമൺ ആയിട്ട് ഏത് റൂട്ട് വഴിയാണ് പകരുന്നതെന്ന് അറിയാമോ? ഏത് റൂട്ട് വഴിയാണ്? ബോഡി ഫ്ലൂയിഡ്, സെക്ഷുവൽ, ഓക്കെ, പല റൂട്ടുകൾ പറയുന്നുണ്ട്. ഏത് റൂട്ടാണ്? യെസ്. നമുക്ക് രണ്ട് രീതിയിൽ അതിനെ പറയാം കേട്ടോ. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രീസ് ആണെങ്കിൽ കൂടുതലായിട്ട് പാരന്ററൽ റൂട്ടാണ് കേട്ടോ. ഈ പാരന്ററൽ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് പാരന്ററൽ റൂട്ട്? പാരന്ററൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബ്ലഡ് പ്രോഡക്റ്റുകൾ, ട്രാൻസ്ഫ്യൂഷൻ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. അപ്പൊ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വന്നപ്പോൾ അവിടെ മറ്റൊരു ചോദ്യമുണ്ട്, എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയിലൂടെ ഏറ്റവും കൂടുതലായിട്ട് പകരാൻ ചാൻസ് ഉള്ള വൈറസ് ഏതാണ്? HIV എടുക്കുന്നു, HIV ഉണ്ട്, HCV ഉണ്ട്, HBV ഉണ്ട്. ഇതിൽ ആരാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഏറ്റവും കൂടുതൽ ചാൻസ്? വെരി ഗുഡ്, ഇറ്റ് ഈസ് HBV, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. 30% ചാൻസ് ഉണ്ട് അല്ലേ? ഹെപ്പറ്റൈറ്റിസ് ബിക്ക് പകരാൻ 30% ചാൻസ് എങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സിക്ക് 3% ചാൻസും HIV-ക്ക് 0.3% ചാൻസുമാണ്. അതായത് ഹൈ ഇൻഫെക്ടിവിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ആരായിരിക്കും? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആയിരിക്കും. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് 0.0001 ml മതി ഇൻഫെക്ഷൻ കിട്ടാനായിട്ട്. കാരണം ഇവൻ ഈ ബ്ലഡ് പുറത്തു വന്ന ബ്ലഡ് ആണെങ്കിൽ കൂടി ആ ബ്ലഡിനകത്ത് ഏകദേശം ഒരാഴ്ചയോളം ഇവന് സർവൈവ് ചെയ്തിരിക്കാൻ പറ്റും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്. ഓക്കെ, ഹൈ ഇൻഫെക്ടിവിറ്റി ഉള്ള വൈറസ് ആണ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയിലൂടെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ആർക്കാണ്? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനാണ്. HIV-ക്കാണ് ഏറ്റവും ലീസ്റ്റ് ചാൻസ്. അതായത് HBV-യുടേത് 0.0001 ml മതി, നമ്മൾക്ക് ഇൻഫെക്ഷൻ കിട്ടും. 30% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസ്, വളർന്നുകൊണ്ടിരിക്കുന്ന കൺട്രീസിൽ, ഇന്ത്യ ഉൾപ്പെടുന്ന ഡെവലപ്പിംഗ് കൺട്രീസിൽ പാരന്റൽ റൂട്ട് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് ട്രാൻസ്ഫ്യൂഷൻ NSI മുഖേന. ഇനി ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ, ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആണെങ്കിൽ ഏത് റൂട്ട് വഴിയാണ്? യെസ്, സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഇവൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം എപ്പോഴും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, സോ അത് പെരിഫറൽ ആയിട്ട്, ജനറൽ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് വൈറസിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഹെപ്പറ്റൈറ്റിസ് എല്ലാ വൈറസുകൾ എടുക്കുമ്പോഴും എല്ലാവർക്കും പല പല ഫാമിലികളിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അത് മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇവർക്കെല്ലാം പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ എന്ന് പറഞ്ഞാൽ ലിവറിനോടാണ് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ ഓഫ് ദി ഹെപ്പാറ്റോസൈറ്റുകളാണ് ഇവരെല്ലാവരും ഉണ്ടാക്കുന്നത് എന്ന് മാത്രമാണ് ഇവരുടെ ഒരു കോമൺ പ്രത്യേകത. അല്ലാതെ നോക്കുവാണെങ്കിൽ ഇവരെല്ലാവരും എന്താണ്, ഓരോരോ ഫാമിലികളിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകതയാണ്, ഓരോ ആൾക്കാരെ ഓരോ ഫാമിലികളിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് വരുന്നത് ഹെപ്പാട്ന വിരിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണെങ്കിൽ, ഇപ്പൊ HCV ഒക്കെ ഫ്ലാവി വിരിഡയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ HAV പൈക്കോർണ വിരിഡയാണ്. അങ്ങനെ ഓരോരോ ഫാമിലികളിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ലബോറട്ടറി ഡയഗ്നോസിസിൽ ഹെൽപ്പ് ചെയ്യുന്ന മാർക്കറുകൾ ഏതൊക്കെ എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ പിക്ചറിൽ കാണുന്ന സംഭവം വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മൾക്ക് മാർക്കർ പഠിക്കാവുന്നതേ ഉള്ളൂ. സോ എന്തൊക്കെ സ്ട്രക്ചറുകളാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന് ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജൻ എന്ന് പറയും. ഏറ്റവും പുറമേ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജൻ എന്ന് പറയും. എസ് എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. എസ് എന്ന് പറയുന്ന ജീൻ ഇതിന്റെ ജീനോമിലുണ്ട്, ഇതിന്റെ DNA-യിലുണ്ട്. ആ ജീനിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ആന്റിജൻ ആണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജൻ എന്ന് പറയുന്നത്. ഇനി അതിന് തൊട്ട് താഴെ ആയിട്ടിരിക്കുന്ന ഒരു ആന്റിജൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ഇ ആന്റിജൻ. ഹെപ്പറ്റൈറ്റിസ്
ഇ ആന്റിജൻ എന്ന് പറയും. അതിന്റെ മറ്റൊരു പേരെന്താണ്? ഹെപ്പറ്റൈറ്റിസ് ഇ ആന്റിജൻ. ഹെപ്പറ്റൈറ്റിസ് ഇ ആന്റിജന്റെ മറ്റൊരു പേരെന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ? എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഇ ആന്റിജന്റെ മറ്റൊരു പേര്? അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് HBsAg-യുടെ മറ്റൊരു പേര് എന്താണ്? HBsAg-യുടെ മറ്റൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. HBsAg-യുടെ മറ്റൊരു പേര് എന്താണ്? ഓസ്ട്രേലിയൻ ആന്റിജൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഓസ്ട്രേലിയൻ ആന്റിജൻ, യെസ്, അത് തന്നെയാണ് ഓസ്ട്രേലിയൻ ആന്റിജൻ. ഈ ഓസ്ട്രേലിയയിലുള്ള ഒരാളിലാണ് ആദ്യമായിട്ട് ഈ സാധനം കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ആന്റിജൻ എന്ന് ഈ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി HBeAg എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ കോർ ആന്റിജൻ എന്നാണ് കേട്ടോ അതിന്റെ പേര്. പ്രീ കോർ ആന്റിജൻ എന്നാണ് ഹെപ്പറ്റൈറ്റിസ് EAG. HBeAg-യുടെ മറ്റൊരു പേര് പ്രീ കോർ ആന്റിജൻ എന്നാണ്. പ്രീ കോർ എന്ന് പറഞ്ഞാൽ കോറിന് മുന്നേ കാണുന്നത് കൊണ്ടാണ് പ്രീ കോർ ആന്റിജൻ എന്ന് പേരിട്ടിരിക്കുന്നത്. സോ അതിന് തൊട്ട് താഴെയുള്ള ഈ സാധനം എന്തായിരിക്കും? ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആന്റിജൻ, അതായത് HBC ആന്റിജൻ. സോ ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഏറ്റവും പുറമെ ഞാൻ ഓർഡറിൽ എഴുതുകയാണേ. HBsAg, ഏറ്റവും പുറമെ HBsAg, തൊട്ട് താഴെ ഏതാണ്? HBeAg പ്രീ കോറ്, അതിന് താഴെ എന്താണ്? HBcAg ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആന്റിജൻ. ഇത്രയും ആന്റിജനുകൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സർഫേസ് ആന്റിജൻ, പ്രീ കോർ ആന്റിജൻ, കോർ ആന്റിജൻ, ആ ഒരു ഓർഡറിൽ തന്നെ അറിഞ്ഞിരിക്കുക. അല്ലെ അകത്തു നിന്നാണെങ്കിൽ കോർ ആന്റിജൻ, പ്രീ കോർ ആന്റിജൻ ആൻഡ് സർഫേസ് ആന്റിജൻ. സോ ഈ ഒരു ഓർഡറിൽ അറിഞ്ഞിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ളത് ഇതിന്റെ ഒരു ജീനോം, DNA വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡയഗ്നോസിസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ ആന്റിജനുകൾ ഓർഡറിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമല്ലോ. ഏറ്റവും പുറമെ സർഫേസ് ആന്റിജൻ, തൊട്ടു താഴെ പ്രീ കോർ ആന്റിജൻ, ഏറ്റവും ഉള്ളിലായിട്ട് കോർ ആന്റിജൻ. അതിനകത്താണ് എന്തുള്ളത്? ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA കാണുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി പറഞ്ഞു തരാം. നമ്മുടെ ഈ കോർ ആന്റിജൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കോർ ആന്റിജൻ. ഈ കോർ ആന്റിജന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ കോർ ആന്റിജന്റെ പ്രത്യേകത? എന്താണെന്ന് അറിയാമോ? ഈ കോർ ആന്റിജൻ സെക്രീറ്റ് ചെയ്യാത്ത ഒരു ആന്റിജൻ ആണ്. നോട്ട് സെക്രീറ്റഡ്. നോട്ട് സെക്രീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വൈറസിന്റെ ഉള്ളിൽ നിന്ന് ആ സാധനം പുറത്തേക്ക് വരില്ല എന്നാണ് അതിനർത്ഥം. കോർ ആന്റിജന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സെക്രീറ്റഡ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബ്ലഡിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ഇവനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ആരെ? കോറിനെ. കാരണം എന്താണ്? ഈ പറയുന്ന സർഫേസ് ആന്റിജൻ ഇവനെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരെ? HBcനെ ആര് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നു? HBsAg മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ഇവൻ എന്ത് ചെയ്യില്ല? നമ്മുടെ ബ്ലഡിലേക്ക് വരില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? റൊട്ടീൻ ലാബ് ടെസ്റ്റുകളൊന്നും വെച്ചിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആന്റിജനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. സോ അതൊരു ചോദ്യമാണ്. ബ്ലഡിൽ ഫ്രീ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ആന്റിജൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് ബി കോർ ആന്റിജൻ. ബാക്കി ഈ പറയുന്ന HBsAg-യെ കണ്ടുപിടിക്കാൻ പറ്റും, HBeAg-യെ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾക്ക് പറ്റും. ഈവൻ DNA ആണെങ്കിൽ കൂടി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ കോർ ആന്റിജനെ മാത്രം കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ ഹെപ്പാറ്റോസൈറ്റ്സില് ഇമ്മ്യൂണോഫ്ലൂറസെൻസ് ടെസ്റ്റിംഗ് വഴി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കോർ ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതർവൈസ് ബ്ലഡിൽ നമ്മൾക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു കാര്യം വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഓരോ മാർക്കറിലായിട്ട് പോവാം. ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാം ക്ലിയർ ചെയ്യാണ്. ഈ ഓരോ മാർക്കറായിട്ട് ഞാൻ പറയാൻ പോവാണ്. സോ ഏറ്റവും ആദ്യം നമ്മൾ വളരെ റൊട്ടീനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ആദ്യം എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ, ആദ്യം എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ ഏതാണ്? ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജൻ ആണ്.
അതായത് ഈവൻ ഇൻകുബേഷൻ പീരീഡിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? HbSAgനെ നമ്മൾക്ക് ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ HbSAg is the first marker to be elevated following infection. ഇൻഫെക്ഷൻ വരുമ്പോൾ ആദ്യം എലിവേറ്റ് ചെയ്യുന്ന മാർക്കറാണ് HbSAg. ഇൻകുബേഷൻ പീരീഡിലാണെങ്കിലും, അതായത് ഈവൻ അയാൾക്ക് എന്തെങ്കിലും ക്ലിനിക്കൽ പ്രസന്റേഷൻസ് ഇല്ല, അല്ലെങ്കിൽ അയാളുടെ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ്, എൻസൈമുകളും ലിവർ എൻസൈമുകൾക്കൊന്നും ഒരു മാറ്റം ഇല്ലെങ്കിൽ കൂടി ആര് പ്രസന്റ് ആയിരിക്കും? HbSAg നമ്മൾക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതൊരു ഇമ്പോർട്ടന്റ് കീ ഫീച്ചർ ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇവന്റെ പ്രസൻസ് നമ്മളെ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൺസെറ്റ് ഓഫ് ഇൻഫെക്ടിവിറ്റി. അതായത് എന്താണ് അയാള് മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കാൻ പ്രാപ്തനാണ് ഈ സമയത്ത്. അതായത് HbSAg ഇയാളുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അയാള് മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഓൺസെറ്റ് ഓഫ് ഇൻഫെക്ടിവിറ്റി. അയാൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കാനുള്ള കഴിവുണ്ട്. അതായത് നമ്മൾക്കിപ്പോ ഹെപ്പറ്റൈറ്റിസിന് നമ്മൾക്ക് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതായത് അയാളുടെ ഒരു ക്ലിനിക്കൽ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിലാണോ ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലാണോ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ HbSAg എന്താണ് എന്ന് പറഞ്ഞാൽ ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ടൈമിലായിരിക്കും, അതായത് ആദ്യത്തെ ഒരു 6 മന്ത്സിനുള്ളിലുള്ള ടൈമിൽ, അതിനാണ് നമ്മൾ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയാ. ആ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ടൈമിൽ എന്തായിരിക്കും? ഈ HbSAg ഇങ്ങനെ എലിവേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എപ്പോഴാണോ HbS ആന്റിബോഡി വരുന്നത്, HbS ആന്റിബോഡി വന്നു തുടങ്ങുന്നത്, ആ സമയത്ത് ആര് താഴേക്ക് പോകും? HbSAg നമ്മൾക്ക് അൺഡിറ്റക്റ്റഡ് ആയിട്ട് മാറും. HbSAg എന്ന് പറഞ്ഞാൽ ഒരു ആന്റിജൻ ആണ്. ഇതിനെതിരെയുള്ള ആന്റിബോഡിയാണ് HbS ആന്റിബോഡി. സോ ഇത് താഴേക്ക് പോകുമ്പോൾ ആരെ എലിവേറ്റ് ആവും? HbS ആന്റിബോഡി എലിവേറ്റ് ആവും. രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് കഴിയില്ല. ഓക്കെ, സോ HbSAg പോയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അയാൾക്ക് ഇപ്പൊ ഇൻഫെക്ഷൻ കൊടുക്കാനുള്ള കഴിവില്ല എന്നാണ് അതിനർത്ഥം. അയാൾ റിക്കവേർഡ് ആയി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ മറ്റൊരു രീതിയിൽ ചോദ്യം വരാം, HbS ആന്റിബോഡിയുടെ പ്രസൻസ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ഒന്നുകിൽ എന്താണ്? അയാളുടെ ഇൻഫെക്ടിവിറ്റി പോയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം, അല്ലേ? കാരണം HbSAg താഴെ പോകുമ്പോഴാണ് HbS ആന്റിബോഡി ഉയർന്നു വരുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് ഇപ്പൊ ഇൻഫെക്ഷൻ കൊടുക്കാനുള്ള കഴിവില്ല, അല്ലേ? പിന്നെ അയാൾ റിക്കവേർഡ് ആയി വരുന്നു. നമ്മൾ HbSലേക്ക് വരാം. ലാസ്റ്റ് ഒരു പാരാമീറ്റർ പറയുന്നുണ്ട്, HbS ആന്റിബോഡി, അതിന്റെ പ്രസൻസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന്. സോ HbSAgയുടെ പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിലാണ് HbSAg കാണുന്നതെങ്കിൽ കൂടി ചില സാഹചര്യങ്ങളിൽ ഇത് 6 മാസം കഴിഞ്ഞും നമ്മുടെ ബ്ലഡിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞാൽ ചില ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജുകളിൽ ഇവൻ കാണാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ കാരിയേഴ്സ് ആയി മാറുന്ന ആൾക്കാരിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജൻ കാണാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ടൈമിലായിരിക്കും എന്ത് ചെയ്യുക? ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജൻ കാണുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ 6 മാസം കഴിഞ്ഞിട്ട് ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലോട്ട് പോകുന്ന ഒരു പേഷ്യന്റിലും കാരിയർ ആയിട്ടുള്ള ഒരു പേഷ്യന്റിലും എന്ത് ചെയ്യാം? ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജൻ കാണാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, നമ്മൾ എപ്പിഡമിയോളജിക്കൽ മാർക്കർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് ഏത്? HbSAg. എപ്പിഡമിയോളജിക്കൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പ്രിവാലൻസ് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ഏതാണ്? HbSAg ആണ്. ഓക്കെ, സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ഓർക്കും എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ എന്താണ്? HbSAg ആണ് ആദ്യത്തെ ആന്റിജനിക് മാർക്കർ, ആദ്യത്തെ മാർക്കർ. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എലിവേറ്റ് ചെയ്യുന്ന മാർക്കർ. ഇൻഫെക്ടിവിറ്റിയുടെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? HbSAg ആണ്. ഇനി ഈ HbSAg ബ്ലഡിൽ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും ആന്റി HbS വരുന്നത്, വിച്ച് ഇൻഡിക്കേറ്റ്സ് റിക്കവറി. ഇനി മറ്റു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്, എപ്പിഡമിയോളജിക്കൽ മാർക്കർ ആയിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റർ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ചോദിക്കാം, ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷന്റെ ഒരു ഏരിയയിലുള്ള പ്രിവാലൻസ് അറിയാൻ വേണ്ടി നമ്മൾ ഏത് മാർക്കറാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഏതാണ്? HbSAg ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിന്റെ ഒരു സൈഡിൽ വെക്കുക,
വളരെ റെയർ ആയിട്ട് ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലും കാരിയർ സ്റ്റേറ്റിലും ഹെപ്പറ്റൈറ്റിസ് ബി HBsAg കാണാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത രണ്ടാമത്തെ മാർക്കറിലേക്ക് പോകുന്നു. ഹെപ്പറ്റൈറ്റിസ് BE. ഇ ആന്റിജൻ, മറ്റൊരു പേരെന്താണ്? പ്രീകോർ ആന്റിജൻ. പ്രീകോർ ആന്റിജനും നമ്മുടെ HBV DNA ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം രണ്ടും ഏകദേശം ഒരേ ടൈമിലാണ്, ഒരുപോലെയാണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഇമ്പോർട്ടൻസ് എന്താണ്? പ്രീകോർ ആന്റിജന്റെയും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് DNA പ്രസൻസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പ്രസൻസിലാണ്. ഇപ്പൊ നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡിനകത്ത് പ്രീകോർ ആന്റിജൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. നോക്കുമ്പോൾ പ്രീകോർ ആന്റിജന്റെ പ്രസൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറൽ റെപ്ലിക്കേഷൻ നടക്കുകയാണ്. വൈറസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹൈ വൈറൽ ഇൻഫെക്ടിവിറ്റി. ഹൈ വൈറൽ ഇൻഫെക്ടിവിറ്റി ആണ് നമ്മൾ HBsAg പറഞ്ഞതിനേക്കാൾ ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടിരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രസൻസിലായിരിക്കും ഹൈ വൈറൽ ഇൻഫെക്ടിവിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്ന. മറ്റേന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺസെറ്റ് ഓഫ് ഇൻഫെക്ടിവിറ്റി. അയാൾ ഇൻഫെക്ഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. പക്ഷെ ഇവരുടെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ, ആ ബ്ലഡ് മറ്റൊരാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അയാൾക്ക് ഇൻഫെക്ഷൻ വരും. ഓക്കെ, സോ HBsAg മീൻസ് ഓൺസെറ്റ് ഓഫ് ഇൻഫെക്ടിവിറ്റി ആണ്. പ്രീകോർ അല്ലെങ്കിൽ HBV എന്ന് പറഞ്ഞാൽ ഹൈ വൈറൽ ഇൻഫെക്ടിവിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പ്രീകോർ ആന്റിജനോ HBV DNA പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും പേഷ്യന്റ് ഇപ്പോൾ അക്യൂട്ട് സ്റ്റേജിലാണോ അതോ ക്രോണിക് സ്റ്റേജിലാണോ അതോ കാരിയർ സ്റ്റേറ്റിലാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺഫേം ആയിട്ട് പറയാനായിട്ട് കഴിയില്ല. ഏതെങ്കിലും ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും ഈ പേഷ്യന്റ് ഉള്ളത്. ഒറ്റ കാര്യം നമ്മൾക്ക് ക്ലിയർ ആയിട്ട് പറയാം, എന്താണ്? ഹൈലി ഇൻഫെക്ഷ്യസ് ആണ് ആള്, വൈറസ് നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നതും എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് പാരാമീറ്റർ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഹെപ്പറ്റൈറ്റിസ് പ്രീകോർ ആന്റിജനും HBV DNA ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഇൻഡിക്കേഷൻസ് ഈ രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പക്ഷേ ഈ സ്റ്റേജുകളെ നമുക്ക് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ കാരിയർ ആണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അതാണ് പ്രീകോർ. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു? കോറിലേക്ക് പോകുന്നു. കോറിന്റെ പ്രത്യേകത ഞാൻ എന്താണ് പറഞ്ഞത്? കോറിനെ നമ്മൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അവന് ഹിഡൻ ആയിട്ടിരിക്കുന്ന ആളാണ്, ഒളിച്ചിരിക്കുന്ന ആളാണ്, അല്ലെ? ഹിഡൻ ആന്റിജൻ ആണ്. അതായത് സർഫേസ് ആന്റിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ മാസ്ക് ചെയ്ത് വെക്കുന്നത് കാരണവും ഇവന് നോൺ സെക്രട്ടറി നേച്ചർ ഉള്ളത് കാരണവും ഇവൻ എന്ത് ചെയ്യില്ല, നമ്മൾക്ക് ബ്ലഡിൽ ഇവനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹെപ്പാറ്റോസൈറ്റുകളിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് ഇവനെ ഇമ്യൂണോഫ്ലൂറസെൻസ് വെച്ചിട്ട്, ഇമ്യൂണോഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയുടെ ഒക്കെ സഹായത്തോടു കൂടി ഹെപ്പാറ്റോസൈറ്റുകളിൽ നമ്മൾക്ക് ഇവനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതർവൈസ് ഇവൻ ഹിഡൻ ആണ്. ഓക്കെ, ഇവൻ ഹിഡൻ ആണെങ്കിലും ഇവന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ആന്റിബോഡി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലോ, അല്ലെ? ഇവന് ഹിഡൻ ആയിട്ടിരിക്കണം, ഒളിച്ചിരുന്നാൽ കൂടി ഇവനെതിരെ നമ്മുടെ ബോഡി ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുമല്ലോ. ആന്റിബോഡി നമ്മൾ എന്ത് പറയുന്നു? ആന്റി HBc, ഒന്നുകിൽ IgM, അതുപോലെ IgG ഉണ്ട്. ആന്റി HBc, IgG, രണ്ട് തരത്തിലുള്ള ആന്റിബോഡീസിനെയാണ് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക ലബോറട്ടറി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. അപ്പോ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ ആന്റി HBc IgM ഉണ്ടെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അറിയാമോ? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് നമ്മൾക്ക് കൺഫേം പറയാനായിട്ട് പറ്റും. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് നമ്മൾക്ക് കൺഫേം പറയാനായിട്ട് പറ്റും. IgM ആണെങ്കിൽ അയാൾ ഉറപ്പാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിൽ തന്നെ ആയിരിക്കും. ഇനി മറ്റു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഫസ്റ്റ് ആന്റിബോഡി, ആദ്യത്തെ ആന്റിബോഡി. ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എലിവേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആന്റിബോഡി ഏതാണ്? ആന്റി HBc IgM ആണ്. ആ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? നമ്മള്
anti-HBC IgM. അതായത് HBsAg വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ എലിവേറ്റ് ചെയ്യുന്ന ആന്റിബോഡിയാണ് ഈ കോറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള IgM ആന്റിബോഡി. ഓക്കെ, കോറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള IgM ആന്റിബോഡി. ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി മറ്റ് ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് സർഫേസ് ആന്റിജൻ വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവൻ താഴേക്ക് പോകുമ്പോൾ ആര് എലിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു? anti-HBs ആന്റിബോഡി എലിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവൻ അൺഡിറ്റക്റ്റബിൾ ആയിട്ട് ഇവൻ ഡിറ്റക്റ്റബിൾ ആകാൻ എടുക്കുന്ന ഈ ഒരു ഗ്യാപ്പിൽ കാണുന്ന ഒരേ ഒരു ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കോറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള IgM ആണ്. HBsAg ബ്ലഡിൽ നിന്ന് പോയി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി വരാൻ എടുക്കുന്ന ടൈം ഗ്യാപ്പിൽ കാണുന്ന ഒരേ ഒരു ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ആരാണ്? anti-HBc IgM ആണ്. കോറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള IgM ആണ് ആ ഒരു ഗ്യാപ്പിൽ കാണുന്നത്. അതുപോലെ ഫസ്റ്റ് ആന്റിബോഡി ടു അപ്പിയർ ഫോളോയിങ് ആൻ ഇൻഫെക്ഷൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് പ്രസൻസ് ഇൻഡിക്കേറ്റ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് IgM ആണ്. ഓക്കെ, ഇനി ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ അവസാന നാളുകളിൽ, അതായത് ലേറ്റ് അക്യൂട്ട് സ്റ്റേജിൽ എലിവേറ്റ് ആകുന്ന ആന്റിബോഡി ഏതായിരിക്കും? IgG ആന്റിബോഡി ആയിരിക്കും. ഓക്കെ, അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് IgM ആണെങ്കിൽ ആ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ അവസാന പീരീഡ്, ലേറ്റ് അക്യൂട്ട് സ്റ്റേജുകളിലായിരിക്കും എന്ത് എലിവേറ്റ് ചെയ്യുക? anti-HBc IgG എലിവേറ്റ് ചെയ്യുന്നത്. ഇനി ഇതും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെയാണ്, ഈ പ്രീ കോറിന്റെയും HBV DNA കാര്യം പറഞ്ഞതുപോലെയാണ്. അതായത് ആ പേഷ്യന്റ് ചിലപ്പോൾ ക്രോണിക് സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ ക്രോണിക് സ്റ്റേജിലോട്ട് പ്രൊസീഡ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ കാരിയർ സ്റ്റേറ്റിലോട്ട് പോകാം, അല്ലെങ്കിൽ എന്താവാം? റിക്കവർ ആവാം. ഏതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പോസിബിലിറ്റി ഉണ്ട്. ഏത് സ്റ്റേജിലാണെങ്കിൽ കൂടി എന്ത് ചെയ്യാം? ഈ പറയുന്ന IgG ഇങ്ങനെ ബ്ലഡിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ അക്യൂട്ട് സ്റ്റേജിന്റെ അവസാന ഘട്ടങ്ങളിലായിരിക്കാം ഈ IgG നമ്മുടെ ബോഡിയിൽ എലിവേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ ഈവൻ ക്രോണിക് സ്റ്റേജിലോട്ട് പോയാലും IgG കാണാം, കാരിയർ ആണെങ്കിലും IgG കാണാം, ഈവൻ റിക്കവറി ആണെങ്കിൽ കൂടി എന്ത് ചെയ്യാം? ഈ പറയുന്ന IgGയുടെ പ്രസൻസ് കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു എപ്പിഡമിയോളജിക്കൽ മാർക്കറാണ് ഏത്? anti-HBc IgG എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ നമ്മൾ പ്രിവാലൻസ് അറിയാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു മാർക്കറാണ് anti-HBc IgG എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യം ക്ലിയർ ആണോ? സോ ഓൺസെറ്റ് ഓഫ് ഇൻഫെക്ടിവിറ്റി ആരാണ്? ഓൺസെറ്റ് ഓഫ് ഇൻഫെക്ടിവിറ്റി ഞാൻ റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് ചോദിക്കുകയാണ്, റാപ്പിഡ് ഫയർ റൗണ്ട്. ഓൺസെറ്റ് ഓഫ് ഇൻഫെക്ടിവിറ്റി ആരാണ്? ഓൺസെറ്റ് ഓഫ് ഇൻഫെക്ടിവിറ്റി, ഇൻഫെക്ഷൻ, അയാൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കാൻ തുടങ്ങുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആരെയാണ്? HBsAg ആണ്, അല്ലെ? ഇനി ഹൈ വൈറൽ റെപ്ലിക്കേഷൻ ആരെയാണ്? ഹൈ വൈറൽ റെപ്ലിക്കേഷൻ, വൈറസ് നന്നായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈ ഇൻഫെക്ടിവിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെ? HBeAg ഉണ്ട്, അതുപോലെ HBV DNA ഉണ്ട് കേട്ടോ. HBV DNA ഉണ്ട്, HBeAg പ്രീകോറും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട്? DNA ഉണ്ട്. ഇനി ഹിഡൻ ആയിട്ടുള്ള ആന്റിജനിക് മാർക്കർ ഏതാണ്? ഹിഡൻ ആന്റിജനിക് മാർക്കർ, ഹിഡൻ ആയിട്ടുള്ള ആന്റിജനിക് മാർക്കർ ഏതാണ്? യെസ്, കോർ ആന്റിജൻ. HBcAg കോർ ആന്റിജൻ ആണ്. എന്നാൽ ഫസ്റ്റ് ആന്റിബോഡി മാർക്കർ ഏതാണ്? ഫസ്റ്റ് ആന്റിബോഡി മാർക്കർ ഏതാണ്? ആദ്യമായിട്ട് എലിവേറ്റ് ചെയ്യുന്ന ആന്റിബോഡി, യെസ്, anti-HBc IgM. ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണെ, ഒരു പേഷ്യന്റിന്റെ സിറോളജിക്കൽ മാർക്കർ ആണ് പറയുന്നത്. അതായത് HBsAg പോസിറ്റീവ് ആണ്, ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ പോസിറ്റീവ് ആയിട്ട് കിട്ടി, പ്ലസ് അതുപോലെ anti-HBc IgM പോസിറ്റീവ് ആയിട്ട് കിട്ടിയാൽ എങ്ങനെ നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യും? ആ പേഷ്യന്റിനെ? ആ പേഷ്യന്റ് ഇപ്പൊ ഏത് സ്റ്റേജിലാണുള്ളത്? അക്യൂട്ട് സ്റ്റേജ് ആണോ, ക്രോണിക് സ്റ്റേജ് ആണോ, കാരിയർ ആണോ? യെസ്, വെരി ഗുഡ്,
അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിലാണ്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിൽ ഇരിക്കുന്നു. അതുപോലെ എന്താന്ന് വേണം നമ്മൾ പറയാം, അയാളുടെ ഇൻഫെക്ടിവിറ്റിയും എന്താണ്, വളരെ കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു HbEAgയും കൂടെ തരികയാണെന്ന് വിചാരിക്കുക കേട്ടോ. HbEAgയും കൂടെ പോസിറ്റീവ് തന്നാൽ എന്താണ് അതിനർത്ഥം? അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിലാണ്, ഹൈ ഇൻഫെക്ടിവിറ്റിയും ഉണ്ട് എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷനിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും അല്ലേ? സോ ഓരോ പാരാമീറ്ററിനും ഓരോ ഇൻഡിക്കേഷൻ ആണ് അല്ലേ? ഓരോ പാരാമീറ്ററിനും ഓരോ ഇൻഡിക്കേഷൻ ആണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആന്റിജൻ അതായത് ഹെപ്പറ്റൈറ്റിസ് ബി EAG HbEAg അൺഡിറ്റക്റ്റബിൾ ആകുന്ന സമയത്ത്, ബ്ലഡിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലേക്ക് വരുന്ന മറ്റൊരു ആന്റിബോഡിയാണ് HbEAg. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇവൻ ബ്ലഡിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ആര് പ്രസന്റ് ആവാൻ തുടങ്ങും? HbEAgക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി വരും. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഈ ആന്റിബോഡി ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇവന്റെ പ്രസൻസ് എന്തിനാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അവന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക? ഇപ്പൊ HbEAgയുടെ പ്രസൻസ് ഞാൻ പറഞ്ഞു, ഹൈ ഇൻഫെക്ടിവിറ്റിയും അതുപോലെ എന്തുമാണ്, വൈറൽ റെപ്ലിക്കേഷനുമാണ് ഇവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇവൻ ബ്ലഡിൽ നിന്ന് പോയി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി വരുമ്പോൾ അതിനർത്ഥം എന്താണ്? വൈറസിന്റെ ഇൻഫെക്ടിവിറ്റി കുറഞ്ഞെന്നാണോ കൂടുതലെന്നാണോ? ഇൻഫെക്ടിവിറ്റി കുറഞ്ഞു, അതുപോലെ റെപ്ലിക്കേഷനും കുറഞ്ഞു. ക്ലിയർ അല്ലേ? ഇത് വളരെ ഈസിയാണ്. നമ്മൾ ഒരു മാർക്കറിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ മാർക്കറിന്റെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡിയുടെ മാർക്കർ നമ്മൾക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ? ഇനി അതുപോലെ HbSAg അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി, HbS ആന്റിബോഡി, HbS ആന്റിബോഡിയുടെ ഇൻഡിക്കേഷൻ എന്തായിരിക്കും? ഒന്ന് ഞാൻ പറഞ്ഞു, HbSAg പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? താഴേക്ക് പോകുമ്പോഴായിരിക്കും ഇവന്റെ എലിവേഷൻ സംഭവിക്കുക, ഈ ആന്റിബോഡി കൂടുന്നത്. സോ അതിനർത്ഥം എന്താണ്? പേഷ്യന്റ് റിക്കവേർഡ് ആയി, പേഷ്യന്റ് റിക്കവറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ്, ചിലപ്പോ ഇമ്മ്യൂണിറ്റി വന്നു എന്നല്ലേ? അതിനർത്ഥം എന്താണ്? പേഷ്യന്റിന്റെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡിസീസിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ അവന് ഇൻഫെക്ഷൻ കൊടുക്കാൻ പറ്റില്ല, നോൺ ഇൻഫെക്ടിവിറ്റി. യെസ്, നോൺ ഇൻഫെക്ടിവിറ്റി. ഇനി നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കൂലേ, HBV വാക്സിൻ എടുക്കൂലേ? ആ വാക്സിനകത്ത് ഇറ്റ്സ് സബ് യൂണിറ്റ് വാക്സിൻ ആണ്. നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി സർഫേസ് ആന്റിജൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കുമല്ലോ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരിക അല്ലേ? സോ മാർക്കർ ഓഫ് വാക്സിനേഷൻ, മാർക്കർ ഓഫ് വാക്സിനേഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഈ പറയുന്ന HbS ആന്റിബോഡിനെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ മാർക്കേഴ്സ് എല്ലാം ക്ലിയർ ആണോ? വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി റീസെന്റ് ആയിട്ട് ഒരു ചോദ്യം വന്നതാണ്, നമ്മുടെ ഈ HbV ഇൻഫെക്ഷന്റെ ട്രീറ്റ്മെന്റിനോടുള്ള ആ ഒരു റെസ്പോൺസ് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർക്കർ, ട്രീറ്റ്മെന്റ് റെസ്പോൺസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കർ ഏതാണെന്ന് അറിയാമോ? പ്രോഗ്നോസിസ്. സിംപ്ലി പറയുകയാണെങ്കിൽ പ്രോഗ്നോസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കർ പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കർ ഏതാണെന്ന് അറിയാമോ? പ്രോഗ്നോസിസിന് വേണ്ടി നമ്മൾ HbV DNA ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. HbV DNA, HbV DNAയുടെ ഇമ്പോർട്ടൻസ് ആണ് ആ പേഷ്യന്റ് എത്രമാത്രം ആ ഒരു ഡിസീസിനോട് മീൻസ് ഡ്രഗിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. റിക്കവറി ആണ് HbSAgയുടെ അഭാവവും HbSന്റെയും. പിന്നെ ഈ നമ്മൾ കൊടുക്കുന്ന ആന്റി വൈറൽ ഡ്രഗിനോട് അവരെ എത്രമാത്രം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? HbV DNA നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് നോക്കും കേട്ടോ. റിയൽ ടൈം PCR വെച്ചിട്ട് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് നോക്കും. ഓക്കെ, ഇനി പ്രൊട്ടക്റ്റീവ് ടൈറ്റർ എത്രയാണ് HbSന്റെ? HbS ആന്റിബോഡിയുടെ ടൈറ്റർ എത്രയ്ക്ക് മേളിൽ വരുമ്പോഴാണ് അയാൾ പ്രൊട്ടക്റ്റീവ് ആണ് എന്ന് നമ്മൾ പറയുന്നത്?
ഗ്രേറ്റർ ദാൻ 10 IU/ml ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 10 IU/ml വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അയാളുടെ ശരീരത്തിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള, മീൻസ് വാക്സിനേഷൻ ഒക്കെ പ്രോപ്പർ ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഈ ആന്റിബോഡി ടൈറ്റർ 10ന് താഴെ പോകുമ്പോഴാണ് നമ്മൾ ബൂസ്റ്റർ ഡോസ് ഒക്കെ എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തിൽ? എന്തെങ്കിലും ക്ലാരിറ്റി വേണോ? ഇനി മറ്റൊരു രീതിയിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് മാർക്കർ, ഹെപ്പറ്റൈറ്റിസിന്റെ, HBV ഇൻഫെക്ഷന്റെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് മാർക്കർ ഏതാണ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഏതാണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് മാർക്കർ? കാർഡ് ടെസ്റ്റും എലൈസയും ഒക്കെ നമ്മൾ ഏത് ആന്റിജനെയാണ് ഫോക്കസ് ചെയ്യുക? യെസ്, HBsAg ആണ് കേട്ടോ. സർഫേസ് ആന്റിജനെ ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. യെസ്, ഓക്കെ. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിറോളജിക്കൽ പ്രൊഫൈൽ വേണമെങ്കിൽ തരാം. HBsAg, HBeAg ഒക്കെ പോസിറ്റീവ് ആയിട്ട് കാണിക്കുന്നു, എന്താണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അക്യൂട്ട് അല്ലെങ്കിൽ ഹൈ ഇൻഫെക്ടിവിറ്റി, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. വളരെ എളുപ്പമാണ് ആക്ച്വലി. നിങ്ങൾ ഈ ഓരോ സംഭവം ഈ വരച്ച ഈ പിക്ചർ വെച്ചിട്ട് അതിന്റെ ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ് മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ റിമൈനിങ് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അത് എന്ത് ചെയ്യും, വൈറോളജി ക്ലാസ്സുകളിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ തിയറി ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വെബിനാർ സെഷൻ. അടുത്ത വെബിനാറിൽ മറ്റൊരു ഷോർട്ട് ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. സോ എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും താങ്ക് യു.